ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെയാണ്. അപ്പോൾ ഞാനും ഇഷുമോളും മുന്നേയും ഞങ്ങളെല്ലാവരും കൂടി അംഗൻവാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ റിപ്പബ്ലിക്കൊക്കെ ആയതുകൊണ്ട് ഇഷുമോൾക്ക് അവളെ പുതിയ ഫ്രോക്ക് തന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇട്ട് കയറ്റി പിടിച്ച് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ 8:30 ആകുമ്പോഴത്തേനാണ് നമ്മളോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ 8:30 ആയപ്പോഴത്തേന് എന്താ ഒരുപാട് ആൾക്കാർ എത്തി നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാ ഞങ്ങളും കയറി ഇതാ പോവാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ എല്ലാവരും വന്ന് അത് ഞങ്ങളെ മെമ്പറാണ്. അപ്പോൾ ടീച്ചറും എല്ലാവരും കൂടിയിട്ട് ഇതാ പതാക ഉയർത്താൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ പതാക ഉയർത്താൻ വേണ്ടി ഇതാ കുട്ടികളൊക്കെ എടുത്ത് വന്നിട്ട് സല്യൂട്ട് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ആഘോഷിക്കാൻ വേണ്ടി സ്കൂളിൽ ഒന്നും പോയിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല ഒരുപാട് ആഘോഷങ്ങളും പരിപാടികളും ഒക്കെയാണ് വരുന്നത്. അപ്പം നമ്മളൊക്കെ ഉള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് പതാക ഉയർത്തുക അങ്ങോട്ട് പോയി വരിക. ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പതാക ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മെമ്പർ. അപ്പോൾ പതാകയൊക്കെ ഉയർത്തി എല്ലാവരും കണ്ടുകൊണ്ട് വീക്ഷിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും സല്യൂട്ട് അടിച്ച്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാനൊന്ന് ചെറുതായ സമയം ഞാൻ ഫസ്റ്റ് ടൈമിലെ റിപ്പബ്ലിക് ഡേ അനുഭവമാണ് കേട്ടോ. ഇത്ര കാലമായിട്ട് ഫസ്റ്റായിട്ടാണ് റിപ്പബ്ലിക് ഡേക്ക് ഇങ്ങനെ നമ്മളൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. സ്കൂളിൽ പഠിച്ചെന്നൊന്നും ഞാൻ പോയിട്ട് ഒന്നുമില്ല. ഇനി ഒരു ദിവസം ഒഴിവ് കിട്ടിയാൽ അങ്ങനെ വീട്ടിൽ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നുമല്ല. ഓൾക്ക് എല്ലാ പരിപാടിയും പങ്കെടുക്കണം, എല്ലാ ആഘോഷത്തും കാണണം ഇതാക്കണം അങ്ങനെയാണ്. അപ്പോൾ പാരൻസും അങ്ങനെ തന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കും. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. എന്താ പറയുക, കുട്ടികളോട് പറയും ഇങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് പങ്കെടുക്കേണ്ടത് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോയ്ക്ക് പറഞ്ഞയക്കാൻ വേണ്ടി മോട്ടീവ് ചെയ്യലാണ് കേട്ടോ. ഞാനൊക്കെ പോയിരുന്ന സമയത്ത് ഒരു ദിവസം ഒഴിവിട്ടിയ അന്ന് പോവണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതേന്. പിന്നെ ഞങ്ങൾ 2-3 കുടുംബശ്രീത്തെ അംഗങ്ങളും കൂടിയിട്ടാണ് കേട്ടോ അംഗൻവാടിയിൽ നിന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ ടീംസ് ഇങ്ങനെ മാറി ഇങ്ങനെ ഫോട്ടോ എടുത്ത് നമ്മളെ പതാകനൊക്കെ നോക്കി സല്യൂട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ബ്ലർ ഇട്ടുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട, ഇനി മറ്റുള്ളവരെ തെറി കേൾക്കാൻ വേണ്ടി വയ്യ. അതുകൊണ്ടാണ്, ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ, യൂട്യൂബിലൊക്കെ ഇടണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബ്ലർ ഇട്ടാണ്ട് തന്നെ വീഡിയോ ഇട്ടത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ അവിടെ നല്ല കളിയായി. പിന്നെ അംഗൻവാടിയിൽ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിനി. കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് തന്നെ ഓരോ അടങ്ങിക്കാൻ വേണ്ടി ഓരോ മിഠായിയൊക്കെ കൊടുത്ത്. അപ്പോൾ നമ്മൾ കുന്നിൻ്റെ മേലെ ഇങ്ങനെ കയറി നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ. പാടമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഫോണിൽ അത്രത്തോളം വലിയ ക്ലിയറിലൊന്നുമില്ല, പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല ലുക്കുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കുന്നേന് കേട്ടോ. ഇപ്പം കുറച്ചൊക്കെ നിരത്തിയിട്ട് വീടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊക്കെ ഒരു 8 വർഷം മുന്നേ കല്യാണം കഴിഞ്ഞാൽ ഉടനെയൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പോയ സമയത്തൊക്കെ അവിടെ നല്ല കുന്നും മലയും ഇങ്ങനെ നിരന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ അംഗൻവാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ച് വന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ പായസം ചൂടാറ്റി ടീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ അതിൻ്റെ കൂടെ നീച്ചിട്ടാനും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓനെ ഇങ്ങനെ കോരി കൊടുക്കാനൊന്നും അയക്കണില്ല. ഓനെന്നെ ഒറ്റയ്ക്ക് സ്പൂൺ കൊണ്ട് തന്നെ കുടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൻ്റെ ഇഷ്ടം അങ്ങനെയല്ലേ വിചാരിച്ച് ഇളകുകയാണ്, ഭയങ്കര കുറുമ്പളകുക. അപ്പം ഇനിയിപ്പോൾ ഓനെ അങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ചോട്ടെ വിചാരിച്ച് ഞാനൊപ്പം ഇരുന്ന് ഇങ്ങനെ കൊടുക്കുകയാണ്. സ്പൂണുമ്മക്ക് കൈ കൊണ്ടുപോകാനേ അയക്കണില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾക്കും ഓരോ ഗ്ലാസ് കിട്ടി. അപ്പോൾ നല്ല അടിപൊളി പായസമൊക്കെ ആയിരുന്നു കേട്ടോ. പായസമൊക്കെ കുടിച്ച് കുറച്ച് ടൈം കുട്ടികളൊക്കെ അവിടെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ പോരാൻ വേണ്ടി ഒരുങ്ങണം. അപ്പോഴും നീച്ചിട്ടെൻ്റെ പായസം കളി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓനെ അടുപ്പിക്കണില്ല ആരെയും. അവൻ്റെ മേലും ഒരുപാടാക്കി നിലത്തുമൊക്കെ ആക്കി ആകെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷുമോൾക്കൊക്കെ ഭയങ്കര സന്തോഷം, കാരണം ഇപ്പം തന്നെ നമ്മളെ കൂടെ തിരിച്ച് പോരല്ലോ, അവിടെ നിൽക്കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. മെച്ചമോടെ കാറ്റിലാടും കൊടിയ നോക്കുവിൻ, ഒന്ന് കുങ്കുമം, ഒന്ന് പച്ച, ഒന്ന് വെള്ള നീല ചക്രവും ജാതയായി കൈ പിടിച്ചു കൊടിയ നോക്കി വന്ന് അഭിനെ കാണില്ല. ഈ ഇന്ത്യ എന്റെ രാജ്യം പാടിയ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, അമ്മയായ
അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഫസ്റ്റ് അനുഭവമാണ് റിപ്പബ്ലിക് ഡേ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ അന്നത്തെ എൻ്റെ ആ സ്വഭാവമുള്ള ആളുകൾ ഇത് കാണണം ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഓരോരോ സന്തോഷ നിമിഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല, അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കുക നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബാകും. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ ഈ ഒരു സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നോക്കണ്ടി, ഇതുപോലെ ചെയ്ത് നോക്കണ്ടി. നമ്മളെ റിപ്പബ്ലിക് ഡേൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.